കമ്പയർ ചെയ്യത്തും അവരെ പ്രശംസിക്കുക. പിന്നെ ഒരു താല്പര്യങ്ങളും അവരിൽ അടിച്ചേൽപ്പിക്കാതിരിക്കുന്നതാണ്. പല മാതാപിതാക്കളും പറയുന്ന ഒരു കാര്യമാണ് അവരുടെ കുട്ടിക്ക് ഒന്നിനോടൊരു താല്പര്യമില്ല എന്നുള്ളത്. പഠനത്തിലായാലും കളിയിലായാലും ഇവൻ സംസാരിക്കാൻ പോലും അവർക്ക് ഒന്നിനോടൊരു താല്പര്യമില്ല എന്നുള്ളത്. പക്ഷെ ഇതൊരു സാധാരണമായ കാര്യമാണോ? ഈ ന്യൂ ജനറേഷന് എല്ലാ കുട്ടികളും ഒരുപോലെയല്ല. പക്ഷേ ഒരു കുട്ടിക്ക് ദീർഘകാലം ഒന്നിനും താല്പര്യമില്ലെങ്കിൽ അതൊരു ശ്രദ്ധിക്കേണ്ട സിഗ്നലാണ്. അത് ചിലപ്പോൾ ലോ സെൽഫ് എസ്റ്റീം, കോൺഫിഡൻസ് ഇല്ലായ്മ, അതുപോലെ എക്സസ് സ്ക്രീൻ യൂസേജ്, ഇതൊക്കെ കൊണ്ടുപോകാം. ഈവൻ അതൊരു മൈൽഡ് ഡിപ്രഷൻ പോലും അയക്കാം. അപ്പോൾ എന്തൊക്കെയായിരിക്കും ഇതിന് കാരണം? വീട്ടിലെ സ്ഥിരമായ താരതമ്യം, അധിക ശാസനം, അഭിപ്രായം കേൾക്കാതിരിക്കൽ, ഇതൊക്കെ കുട്ടിയിൽ സ്ലോലി വിഡ്രോവൽ കാണിക്കും. ഞാൻ എന്ത് ചെയ്താലും മതിയാവില്ല എന്നൊരു തോന്നൽ കുട്ടിയിലുണ്ടാവും. സാറിപ്പോൾ പറഞ്ഞു ഇത് അധികം കണ്ടുവരുന്ന ന്യൂജൻ കുട്ടികളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ന്യൂജൻ കുട്ടികളിൽ വരാൻ കാരണം? അതെ, അധികം മൊബൈൽ ഉപയോഗിക്കുന്നതും ഗെയിംസ് കളിക്കുന്നതും ഇത്തരം ന്യൂ ജനറേഷൻ കുട്ടികൾ അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. കൂടാതെ ഈ ടെക്നോളജിയിലേക്ക് പിറന്നു വീഴുന്നതും ഇവരാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കുട്ടികളിൽ ഇൻസ്റ്റൻറ്റ് റിവാർഡ് അവരുടെ ബ്രെയിനിനെ അഭ്യസിപ്പിക്കും. പിന്നീട് അവർക്ക് സാധാരണ ആക്ടിവിറ്റീസ് ബോറായിട്ട് തോന്നും. ഗ്രാജ്വലി അവരുടെ മോട്ടിവേഷൻ കുറയും. അപ്പോൾ ഇത്തരം കുട്ടികളെ നമുക്കെങ്ങനെ ഒരു ആക്റ്റീവായി നല്ല ഉണർവുള്ള കുട്ടികളാക്കി മാറ്റിയെടുക്കാൻ പറ്റുമോ? ഓക്കെ, ഇത് 3 സ്റ്റെപ്പിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒന്ന്, കമ്പയർ ചെയ്യരുത്. ചെറിയ ശ്രമങ്ങൾക്ക് പോലും അവരെ പ്രശംസിക്കുക. അതുപോലെ ഫോഴ്സ്ഡ് ഇൻട്രസ്റ്റ് അവരുടെ ഉണ്ടാക്കരുത്. എക്സ്പ്ലോർ ചെയ്യാൻ അവസരം നൽകിയാൽ കുട്ടികളുടെ മാറ്റം വന്നുകൊണ്ടിരിക്കും. പിന്നെ ഒരു താല്പര്യങ്ങളും അവരിൽ അടിച്ചേൽപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതിന് കൂടെ സുരക്ഷയും പിന്തുണയും ലഭിക്കുകയാണെങ്കിൽ അവർ സ്വാഭാവികമായി വളരും. അപ്പോൾ എപ്പോഴാണ് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പ് നമ്മൾ തേടേണ്ടത്? കുട്ടി ദീർഘകാലം സാഡ് മൂഡിലാണെങ്കിൽ, കൂട്ടുകാരിൽ നിന്നും മാറി നിൽക്കുകയാണെങ്കിൽ, ഉറക്കവും ഭക്ഷണവും ഒക്കെ മാറിയിട്ടുണ്ടെങ്കിൽ സൈക്കോളജിസ്റ്റിനെ സമീപിക്കുക. ഒന്നിനും താല്പര്യമില്ലാത്ത കുട്ടി മടിയനല്ല. അവനിലല്ലെങ്കിൽ അവളിൽ ഉള്ളിലെന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. കുട്ടികളെ മാറ്റാൻ ശ്രമിക്കുന്നതിന് പകരം അവർ നമ്മൾ കേൾക്കാൻ ശ്രമിക്കുക. മോട്ടിവേഷൻ ഇല്ലാത്ത കുട്ടിയല്ല മനസ്സിലാക്കപ്പെടാത്ത കുട്ടി.